അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 197. രാവിലെ അഗ്നി അല്പം ലേറ്റായിട്ടാണ് ഉണർന്നത്. കൈകൾ ബെഡിലേക്ക് നീണ്ടതും മറ്റെന്തോ ഒന്നിൽ കൈയമർന്നു. അത്രയും സോഫ്റ്റായ ഒന്നിൽ അഗ്നി പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു. മുന്നിലെ കാഴ്ചയിൽ കണ്ണുകൾ വല്ലാതെ വിടർന്നു പോയി. ഒപ്പം ബെഡിൽ തനിക്കടുത്തായി കിടക്കുന്നവളോടുള്ള അടങ്ങാത്ത പ്രണയവും. അവന്റെ കൈ അവളുടെ വയറിലാണ്. പൊതുവെ ജ്വാല സ്കേർട്ടിട്ടാൽ രാവിലെ ഉണരുമ്പോൾ അത് ഉയർന്നു കിടപ്പുണ്ടാവും. ഇന്നാണെങ്കിൽ അതുപോലില്ലാത്ത അവസ്ഥ. പുതപ്പ് ശരീരത്തിൽ എവിടേക്കോ ഉണ്ട്, എന്നാൽ എവിടെയില്ല എന്ന പോലെയാണ് ജ്വാലയുടെ കിടപ്പ്. ശരീരം മൊത്തം കാണാം എന്നതുപോലെ. അഗ്നി പ്രണയത്തോടെ അവളെ ആകെ നോക്കിപ്പോയി. നെഞ്ചൊന്ന് തുടിച്ചെങ്കിലും പെട്ടെന്ന് അവന്റെ മുഖം മങ്ങി. ഇന്നലത്തെ പ്രണയ നിമിഷത്തിന്റെ ബാക്കിയെന്ന പോലെ അവളിൽ തെളിഞ്ഞു കാണുന്ന പാടുകൾ. അഗ്നി പതിയെ അവളുടെ കഴുത്തിലും വയറിലും നെഞ്ചിലുമെല്ലാം തെളിഞ്ഞു കാണുന്ന പാടിൽ തൊട്ടുനോക്കി. ഉറക്കത്തിൽ അവളൊന്ന് മൂളി. അഗ്നി പെട്ടെന്ന് അവളിൽ നിന്ന് കൈവലിച്ചെടുത്തു. ക്ലോക്കിലേക്കൊന്ന് നോക്കി. സമയം 8 മണിയായിരിക്കുന്നു. ഇന്നലെ രാത്രി ഇതേ സമയത്തൊക്കെയായിരുന്നു മുകളിലേക്ക് കയറി വന്നേ. പുഞ്ചിരിയോടെ ഓർത്തുകൊണ്ട് അവൻ പതിയെ അവളെ തട്ടി വിളിച്ചു. കുഞ്ഞാ. ഉം. ജ്വാല മൂളി. എണീക്ക് കുഞ്ഞാ, നേരം വെളുത്തു. കുറച്ചുകൂടി കഴിയട്ടെ, അവള് പതിയെ പറഞ്ഞു. അഗ്നിക്ക് ചിരി വന്നു പോയി. ഒപ്പം അവൾ മറയ്ക്കാതെ കിടക്കുന്ന ശരീരം അവനിൽ മറ്റെന്തൊക്കെയോ ആഗ്രഹം തോന്നിപ്പിച്ചു. വല്ലതും കഴിച്ചിട്ട് കിടക്കാ, വിശക്കുന്നില്ലേ? വീണ്ടും ചോദ്യം വന്നു. രാത്രി ഒന്നും കഴിക്കാതെ കിടന്നതല്ലേ? അവൻ വീണ്ടും അവളെ തട്ടി വിളിച്ചു. ജ്വാല കണ്ണു തുറന്നുകൊണ്ട് അവനെ നോക്കി. അഗ്നി അവളെ നോക്കിയൊന്ന് ചിരിച്ചു കൊടുത്തു. പക്ഷേ പെണ്ണ് ഉറക്കത്തിലാണ്. അവന്റെ കൈ പിടിച്ചെടുത്ത കൈകൾ നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു ജ്വാല. അഗ്നിയാണെങ്കിൽ ആകെ വല്ലാതായിപ്പോയി. ഈ പെണ്ണിത് എന്തു ഭാവിച്ച വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ അവനീന്നൊരു നെടുവീർപ്പുയർന്നു. പിന്നെ കുറുമ്പോട് അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൻ അവളുടെ നഗ്നമായ മാറിടത്തിൽ മുഖം ചേർത്തു. ഞെട്ടിക്കൊണ്ട് ജ്വാല കണ്ണുകൾ വലിച്ചു തുറന്നു. അഗ്നി അവളുടെ മുഖത്തേക്ക് അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ നോക്കി കുറുമ്പോടെ. ദേ പെണ്ണെ, മര്യാദയ്ക്ക് വിട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട. നീയായിട്ട് ഓരോന്ന് തുടങ്ങി വെച്ചാ അവസാനിപ്പിക്കാതെ വിടില്ല ഞാൻ. വല്ലാത്തൊരു ഭാവത്തിൽ അവൻ പറഞ്ഞു. ജ്വാല കണ്ണുമിഴിച്ചുകൊണ്ട് പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു. അഗ്നി ചിരിയോടെ അവളെ നോക്കി. അവന്റെ നോട്ടം മുഖത്തുനിന്ന് മാറിയതും അവൻ നോക്കുന്നിടത്തേക്ക് അവളും നോക്കി. ഒരു വേള ജ്വാലയുടെ ശ്വാസം നിലച്ചുപോയി. വയറും കിടന്ന അവന്റെ കണ്ണുകൾ അതുപോലെയാണ് അവളെ ചൂഴ്ന്നു നോക്കുന്നത്. ജ്വാല പെട്ടെന്ന് പുതപ്പെടുത്ത് നേരെ ഇട്ടു. അവന് ചിരി വന്നു പോയി. അവൻ ചുണ്ടു കൊട്ടിക്കൊണ്ട് അവൾക്കടുത്തേക്ക് കിടന്നു. ഓ പിന്നെ, ഒരു നാണക്കാരി, ഇങ്ങനെ മറച്ചു വെക്കാനും മാത്രം ഇനി എന്തിരിക്കുന്നു? എല്ലാം ഞാൻ കണ്ടതല്ലേ? അവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവന്റെ പറച്ചിൽ കേട്ട് ജ്വാല നാണത്തോടെ പുതപ്പുകൊണ്ട് മുഖം പോലും മൂടിക്കളഞ്ഞു. അഗ്നി പെട്ടെന്ന് ആ മുഖം മറച്ച തുണി താഴ്ത്തി. ദേവേട്ടാ. ജ്വാല ചിടുങ്ങി. എടി നാണക്കാരി, എഴുന്നേക്ക്, താഴെല്ലാരും ഉണർന്നു കാണും, അഗ്നി പറഞ്ഞു. ഒപ്പം അവൻ ബെഡീന്ന് എഴുന്നേൽക്ക കൂടി ചെയ്തു. എന്നാൽ ശരീരത്തിൽ ഒറ്റ തുണി പോലും ഇല്ലാത്ത അവന്റെ കോലം കണ്ട് ജ്വാല ഞെട്ടി. അയ്യേ. മിഴിഞ്ഞ കണ്ണ് പെട്ടെന്ന് ഇറുകെ പൂട്ടിയവൾ. പക്ഷേ അഗ്നിക്ക് കൂസലൊന്നുമില്ല. ഓ പിന്നെ, ഇതൊക്കെ ഇത്ര നാണിക്കാൻ എന്താ? നീയും എന്റെ പോലെ ആയിക്കോ, ഇത്രയൊക്കെ ഉള്ളു കാര്യം. നിലത്തുനിന്ന് മുണ്ടെടുത്തുടുക്കുമ്പോൾ അവൻ പറഞ്ഞു. ജ്വാല കണ്ണു തുറന്നു. അയ്യേ, ഇത് എവിടൻ എന്തൊക്കെയോ പറയണേ? ഇന്നലെ തൊട്ട് ഫുൾ ചീത്ത സംസാരാണല്ലോ, അവള് ചമ്മലോടെ പറഞ്ഞു. അവൻ അവളെ പുതപ്പോട് കൂട്ടിയെടുത്ത് നേരെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുത്തി അവളുടെ മടിയിലേക്ക് കിടന്നു. ജ്വാലയ്ക്ക് അവനെ നോക്കാൻ പോലും പക്ഷേ വല്ലാത്ത നാണമായിരുന്നു. ഞാൻ എന്തു പറഞ്ഞു? സത്യം തന്നെയല്ലേ പറഞ്ഞേ? ആദ്യം എനിക്കും ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നീ എൻ്റെ ഭാര്യയല്ലേ, നിന്നോട് എന്തിനാ ഒളിവും മറവെന്നൊക്കെ ചിന്തിച്ചപ്പോൾ ആ ഒരു ചെറിയ മടിയും പോയി. അതല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ. നീയും അങ്ങനെ കരുതിയ പ്രശ്നം തീർന്നു. എനിക്കിങ്ങനെ നല്ലൊരു കാഴ്ച സുഖവും കിട്ടും. ചെക്കൻ വല്ലാതെ വഷളത്തരം പറയാൻ തുടങ്ങി. ആദ്യമായിട്ട് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കും ആ വാക്കുകൾ പോലും അവളെ തളർത്തുന്നുണ്ടായിരുന്നു. അവൾ അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. തുറന്നു കിടക്കുന്ന ജനാല വഴി പുറത്തേക്ക്. അഗ്നി ജ്വാലയുടെ കയ്യിൽ കോർത്തു പിടിച്ച് ആ കൈകൾ അവന്റെ കവിളിലേക്ക് ചേർത്തു. കുഞ്ഞാ. സ്നേഹം നിറഞ്ഞ ശബ്ദം. ജ്വാല അവനെ നോക്കിക്കൊണ്ട് മൂളി. എന്നോട് ദേഷ്യമുണ്ടോ നിനക്ക്? എന്തിന്? അവൾക്ക് മനസ്സിലായില്ല. ഇന്നലെ അങ്ങനെയൊക്കെ, അതുകൊണ്ട്. ഇല്ല, പതിയെ അവള് പറഞ്ഞു. പിന്നെന്താ തോന്നുന്നേ? വീണ്ടും അവന്റെ ചോദ്യം. സ്നേഹ എനിക്ക്, പിന്നെ സങ്കടം. ദേവേട്ടൻ ഇന്നലെ അത് എനിക്ക് വേദനിച്ചോണ്ടാ, അവള് വിഷമത്തോടെ പറഞ്ഞു. അവൻ അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. നെറ്റിയിൽ അരുമയായി ചുംബിച്ചു. സാരല്ലാട്ടോ, അതാദ്യമായിട്ടാവുമ്പോ ഇങ്ങനെയൊക്കെയാ, പോകെ പോകെ ശരിയായിക്കോളും, അവൻ അവളെ ആശ്വസിപ്പിച്ചു. അത് കേട്ടപ്പോ മിഴിച്ചു നോക്കുന്നുണ്ട് പെണ്ണ്. എന്തേ? നോട്ടം കണ്ട് അവൻ ചോദിച്ചു. ഇനി വേണ്ട, എനിക്ക് പേടിയാ. പേടിയൊക്കെ ഞാൻ മാറ്റിത്തരാം, പക്ഷെ വേണ്ടാന്നൊന്നും പറഞ്ഞേക്കില്ല എൻ്റെ കുഞ്ഞെ. ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്ന വിചാരം? അവൻ ഒന്ന് നിശ്വസിച്ചു. ജ്വാല അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. സോറി, ഇന്നലെ കരയിപ്പിച്ചേന്, അവൻ പറഞ്ഞിട്ടും അവളൊന്നും മിണ്ടിയില്ല.
അല്ലെങ്കിലും അതിനൊക്കെ മറുപടി ആവശ്യമുണ്ടോ? ഞാൻ പോയി ഫ്രഷായിട്ട് വരാട്ടോ. എന്നിട്ട് നീയും പോയി ഫ്രഷായിക്കോ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് താഴേക്ക് പോവാ. അഗ്നി പറഞ്ഞതും ജ്വാല സമ്മതിച്ചു. അഗ്നി അവൾക്കരികിന്ന് എഴുന്നേറ്റ് അലമാര തുറന്ന് അവന്റെ ഡ്രസ്സ് എടുത്ത് നേരെ ബാത്റൂമിലേക്ക് കയറി. അവൻ കുളി കഴിഞ്ഞ് വരുമ്പോൾ പെണ്ണ് ഇരുന്നുറങ്ങുന്നുണ്ട്. അഗ്നി അവളുടെ കവിളിൽ അവന്റെ തണുത്ത കൈകൾ വെച്ചു. അവള് കണ്ണു തുറന്നു. തണുക്കുന്നു ദേവേട്ടാ. ചിണുങ്ങിക്കൊണ്ട് അവള് പറഞ്ഞു. പോയി കുളിക്ക്. വാത്സല്യമായിരുന്നു അവനിൽ. ജ്വാലയൊന്നും മൂളി. അഗ്നി ബെഡീന്ന് എഴുന്നേറ്റ് മിററിന്റെ അടുത്തേക്ക് പോയതും ജ്വാല പതിയെ ബെഡീന്ന് എഴുന്നേറ്റു. പുതപ്പ് ദേഹത്തോട് ചേർത്ത് അലമാര തുറന്ന് വസ്ത്രമെടുക്കുമ്പോഴും ബാത്റൂമിലേക്ക് നടക്കുമ്പോഴും ജ്വാലയുടെ തല താഴ്ന്നിരുന്നു. അവന്റെ നോട്ടം അവളിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബാത്റൂമിലേക്ക് കയറിയതും പുതപ്പ് ഡോറിന് പുറത്തേക്ക് എത്തിയിരുന്നു. അഗ്നി ഒരു ചിരിയോടെ അതെടുത്ത് ബെഡിൽ കൊണ്ടുവന്ന് മടക്കി വെച്ചു. ഫോണെടുത്ത് വെറുതെ അതിൽ നോക്കിയിരുന്നു. പുറത്തുനിന്ന് അരിച്ചെത്തുന്ന നേരിയ കാറ്റിൽ അവന്റെ നോട്ടം സർപ്പക്കാവിലേക്ക് പോയി. ഇന്ന് ജ്വാലയുമായി അങ്ങോട്ട് പോകണമെന്ന് അവൻ തീരുമാനിച്ചു. കുറച്ചു ദിവസമായി പെണ്ണ് പറയുന്നുണ്ട് അങ്ങോട്ട് പോണെന്ന്. പക്ഷെ മഴ കാരണം ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് പോണം. അവന്റെ ചുണ്ടിൽ തെളിഞ്ഞൊരു ചിരി. എന്റെ പെണ്ണിനെ അങ്ങനെ ഞാൻ കണ്ടു, സ്നേഹിക്കാൻ തുടങ്ങി, അറിയാൻ തുടങ്ങി. മതി, ഇത്രയും മതി. പതിയെ അവൾ ഓക്കെ ആവും, എന്നെ മനസ്സിലാക്കും, എന്നെ അവളിലേക്ക് സ്വീകരിക്കും. അവൻ ഉറപ്പോടെ മനസ്സിൽ പറഞ്ഞു. ജ്വാല കുളി കഴിഞ്ഞിറങ്ങി വന്ന് മിററിന് മുന്നിൽ നിന്ന് മുടി വിടർത്തിയിട്ടു. അവളുടെ മുഖത്തേക്ക് തന്നെ അവൾക്ക് നോക്കാൻ കഴിയാത്തതുപോലെ. ഒപ്പം ഒരുവൻ പുറകിൽ വന്നു നിന്നതും ആദ്യമായി അവനെ കണ്ട നിമിഷം പോലുള്ള പരവേശം. അഗ്നി അവളെ അങ്ങനെ തന്നെ ചുറ്റിപ്പിടിച്ചു. അവളുടെ ദേഹം അവനോട് ചേർന്നു. ജ്വാല മിററിലേക്ക് നോക്കി. അവളുടെ കഴുത്തിൽ താടി കുത്തി നിൽക്കുന്ന അഗ്നി. പോണ്ടേ? അവള് ചോദിച്ചു. പോണം. പക്ഷെ നിന്നെ വിടാൻ തോന്നുന്നതുമില്ല. അവനിൽ കൊഞ്ചൽ, ഒരു കുഞ്ഞി ചെക്കനെ പോലെ. അവൾ അവനെ നോക്കി ചിരിച്ചു. എന്റെ കുഞ്ഞ ഇങ്ങനെ ചിരിക്കല്ലേ, എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. അവനുള്ളത് പറഞ്ഞു. ഒപ്പം അവളുടെ കഴുത്തിലേക്ക് മുഖമമർത്തി. ജ്വാല വിറയലോടെ പെട്ടെന്ന് അവനെ തള്ളിമാറ്റി. അഗ്നിയുടെ ചുണ്ടു കൂർത്തു. അത് വിശക്കുന്നു. അതാ. അവള് പറഞ്ഞു. അതെ, വിശക്കുന്നു. അത് തന്നെ ഞാനും പറഞ്ഞേ. അവനിൽ കള്ളത്തരം. നാ വാ കഴിക്കാം. അതും പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് ഡോറ് തുറന്നു. എന്റെ മഹാദേവ, ഈ പെണ്ണിനോട് ഇതൊക്കെ ഞാൻ ഇനി എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഹാ. അവനിൽ നിന്നൊരു നെടുവീർപ്പുയർന്നു. ജ്വാലയുടെ തോളിലൂടെ കൈയിട്ട് അവളുമായി താഴേക്ക് നടക്കുമ്പോൾ ഹാളിൽ അവിടെ ഇവിടെ ഇരിക്കുന്നവരുടെ സംശയത്തോടെയുള്ള നോട്ടം ഇരുവരിലേക്ക് നീണ്ടു. അഗ്നിക്ക് പക്ഷെ അത് കണ്ടിട്ടും കൂസലൊന്നുമില്ല. പക്ഷെ ജ്വാല എന്താണാവോ ഇങ്ങനെ നോക്കുന്നതെന്ന പോലെ അവളെ ആകെ സ്വയം നോക്കുന്നുണ്ട്. അഗ്നി ജ്വാലയുടെ തോളിൽ നിന്ന് കൈയെടുത്ത് സോഫയിൽ വന്നിരുന്നു. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അവൻ ചോദിച്ചു. ഞങ്ങളെല്ലാം കഴിച്ചു. ഇതെന്താ നിങ്ങൾക്ക് രണ്ടാക്കും ഇപ്പൊ നേരം വെളുത്തതേ ഉള്ളോ? അപ്പു ചോദിച്ചു. അതെ, വെളുത്ത് വരുന്നേ ഉള്ളൂ. എന്തേ? പുച്ഛത്തോടെ അഗ്നി ചോദിച്ചു. വെറുതെ. അത് കേട്ട് അപ്പു വിളിച്ചു. അവന്റെ മുഖം കണ്ട് പൊന്നുവിന് ചിരി വന്നു പോയി. പൊടി നാഗവല്ലി. അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. പോടാ. അവളും പറഞ്ഞു. ഈ പെണ്ണിന് എന്നെ ഒരു ബഹുമാനവും ഇല്ല വ്യാസേട്ടാ. ഇവളെ കെട്ടണോ ഞാൻ, അതോ വേറെ വല്ലതിനെ നോക്കിയാൽ മതിയോ? ഇത് ഏതു നേരം എടാ പോടാന്നൊക്കെ വിളി. എന്തോന്നിത്? അപ്പു ഏറുകണ്ണിട്ട് പൊന്നൂനെ നോക്കി. പൊന്നൂന് പക്ഷെ കൂസലൊന്നുമില്ല. കയ്യിലിരിപ്പ് ശരിയാവണം, അല്ലെങ്കിൽ അങ്ങനെ പലതും കേൾക്കേണ്ടി വരും. അഗ്നി തന്നെ അവിടെ സ്കോർ ചെയ്തു. അപ്പുവിന്റെ കവിള് വീർത്തു. അങ്ങനെ പറഞ്ഞു കൊടുക്ക അഗ്നിയേട്ടാ. ഇത് വെറുതെ എന്നെ ചൊറിഞ്ഞ് നടന്നോളൂ എപ്പോഴും. എന്നിട്ട് വേറെ കെട്ടും പോലും. കെട്ടിക്കാൻ ഞാൻ. പൊന്ന് ചുണ്ടുകൊട്ടി. ഈ അപ്പു ഇളിച്ചു കൊടുത്തു. വല്യമ്മേ. പെട്ടെന്ന് ഋതുമോൾ ജ്വാലയ്ക്കടുത്തേക്ക് ഓടി വന്ന് അവളുടെ സ്കേർട്ടി പിടിച്ചു. ജ്വാല അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളെ വാരിയെടുത്ത് കവിളിൽ ഉമ്മ വെച്ചു. വല്യമ്മ എന്ത് ഇന്നലെ അമ്പലത്തിൽ വരാതിരുന്നേ? ഋതുമോള് ചോദിച്ചു. കുഞ്ഞാണ് ചോദ്യം ചോദിച്ചതെങ്കിലും ജ്വാല ആകെ ഒന്ന് വിയർത്തുപോയി. എന്ത് മറുപടി കൊടുക്കുമെന്ന് വെപ്രാളപ്പെട്ടുപോയി. അവളുടെ മുഖത്തെ വെപ്രാളം അപ്പുവും വ്യാസും മീനു രേവതിയും മായയും ചിത്തുവും വനജയും ശ്രീജയും മാനസിയും അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളെ ശ്രദ്ധിച്ച അപ്പുവിന്റെ സംശയക്കണ്ണുകൾ ചുരുങ്ങി. ഋതുമോള് ചോദിച്ച പോലെ നിങ്ങൾ രണ്ടാളും ഇന്നലെ എവിടെയായിരുന്നു? ക്ഷേത്രത്തിലേക്കാണെന്നും പറഞ്ഞ് റെഡിയായതായിരുന്നല്ലോ. അപ്പു ജ്വാലയെ നോക്കി പുരികമുയർത്തി. ജ്വാല അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അത് ഞങ്ങള് അത് മഴ. അവള് വിക്കി. അവളുടെ വിക്കല് കണ്ട് അഗ്നിക്ക് ചിരി വന്നു പോയി. എങ്കിലും അഗ്നി മിണ്ടിയില്ല. നിങ്ങൾ മഴേ? അപ്പുവിന് അങ്ങോട്ട് വ്യക്തമായില്ല. ഞങ്ങൾ മഴയല്ല, പ്രളയം. നിനക്ക് എന്താ അറിയണ്ടേ? എന്നോട് ചോദിക്ക്. അഗ്നി അപ്പുവിനോട് ഗൗരവത്തോടെ പറഞ്ഞു. ഒപ്പം അവന്റെ മീശയൊന്ന് പിരിച്ചു വെച്ചു. അല്ലേട്ടാ, നിങ്ങൾ ഇന്നലെ അവിടെ കണ്ടില്ല. അതാ ഞങ്ങളെല്ലാരും നിങ്ങൾ ഇന്നലെ കുറെ നോക്കി. ഞാൻ ഏട്ടനെ ഫോണിൽ വിളിക്കുകയും ചെയ്തിരുന്നു. അപ്പു പറഞ്ഞു. ഫോൺ സൈലന്റ് ആയിരിക്കും. അവസാനം പറഞ്ഞതിന് മാത്രം അഗ്നി ഉത്തരം പറഞ്ഞു. അപ്പുവിന് അപ്പോഴും എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. കാരണം ജ്വാലയുടെ കവിളിലും കഴുത്തിലും ഒക്കെയായി തെളിഞ്ഞു കാണുന്ന പാടുകൾ അവരെ പോലെ തന്നെ ചുറ്റുമുള്ളവർക്ക് നന്നായി കാണാമെന്നതുപോലെ തന്നെയാണുള്ളത്.
മീനും പൊന്നും മാത്രം അതത്ര ശ്രദ്ധിച്ചിട്ടില്ല. കണ്ടവരെല്ലാരും അതൊരു പുഞ്ചിരിയോടെ കണ്ടില്ലാന്ന് നടിച്ചെങ്കിലും അപ്പൂന് അതിന് കഴിയില്ലായിരുന്നു. അത് കണ്ട് ഒരു സംശയ നിവാരണമാണ് അപ്പൂന്റെ ഉദ്ദേശം. ഇടയ്ക്കിങ്ങനെ അഗ്നിയെ ചൊറിയുന്നത് അവന്റെ ശീലമാണല്ലോ. അത്രേ പാവം ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാര്യം ഒരു ഉമ്മയല്ലാതെ അവർക്കിടയിൽ ഇപ്പോഴും ഒന്നും നടക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും രണ്ടാളിട്ട് കളിയാക്കാനൊരു രസം. പക്ഷെ ഏട്ടനോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നാറുന്നത് ഞാനായിരിക്കും. അപ്പൂന് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ലായിരുന്നു. അല്ല മക്കളെ, അപ്പൊ എന്തേ പോയില്ല രണ്ടാളും? പോവാൻ ഇറങ്ങിയതല്ലായിരുന്നോ? വസുന്ധരയുടെ വക ചോദ്യമെത്തി. ജ്വാല ദയനീയമായി അഗ്നിയൊന്ന് നോക്കി, എന്തു പറയണമെന്നറിയാതെ. അതെ അച്ഛമ്മേ, പോവാൻ തുടങ്ങിയതാ. അതിനിടയിൽ എനിക്കൊരു കോള് വന്നു. അതെടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അടുത്ത മഴയും വന്നു. അപ്പോ കുഞ്ഞനാ പറഞ്ഞേ ഇന്നിന് പോവണ്ടാന്ന്. അപ്പൊ എനിക്കും തോന്നി അങ്ങനെ മതിയെന്ന്. നിങ്ങൾ രണ്ടാളും കിടന്നതുകൊണ്ട് വന്ന് പറഞ്ഞില്ലാന്നേ ഉള്ളൂ. അഗ്നി മുൻകൂട്ടി മനസ്സിൽ കരുതിയ കള്ളം അതുപോലെ തന്നെ പറഞ്ഞു. എല്ലാവരും അത് വിശ്വസിച്ച മട്ടുണ്ട്. ജ്വാലയാണെങ്കിൽ ദേവേട്ടൻ എത്ര പെട്ടെന്ന് ആ ഒരു കള്ളം പറയുന്ന എന്ന പോലെ അവനെ നോക്കുന്നുണ്ട്. അഗ്നിയിലാണെങ്കിൽ വലിയ എന്തോ കാര്യം പറഞ്ഞു തീർത്ത പാവം. ആ, അതേതായാലും നന്നായി. ഒന്നാമത് ഈ പെണ്ണെ കൊണ്ട് പോകുമ്പോൾ സൂക്ഷിക്കണം. അവിടെ എവിടെയും കറങ്ങി നടന്നു കളയും. മിനി ജ്വാലയ്ക്ക് നേരെ തിരിഞ്ഞു. ചുണ്ടു കൂർപ്പിച്ച് അവളൊന്ന് നോക്കിയതും മിനി മുറുക്കി ചുവപ്പിച്ച് പല്ല് കാണിച്ച് ഒന്ന് ചിരിച്ചു. ഋതുമോൾ അപ്പോഴേക്കും സച്ചുമോന്റെ അടുത്തേക്ക് പോരുന്നു. ആ, സംസാരക്കിനി പിന്നെ ആവാം മക്കളെ. രണ്ടാളും പോയി വല്ലതും കഴിക്കാൻ നോക്ക്. അമ്മ എടുത്തു തരണോ? ചിത്തു ജ്വാലയോട് ചോദിച്ചു. വേണ്ടമ്മേ, ഞാൻ എടുത്തോളാം, ജ്വാല പറഞ്ഞു അത്രയും താഴ്ന്ന ശബ്ദത്തിൽ, ആരെയും നോക്കാതെ. അങ്ങനെ നോക്കാൻ പോലും കഴിയുന്നില്ല. എന്താ നോക്കിയ? അത് അവൾക്കും അറിയില്ല. പക്ഷെ അവൾക്ക് ആകെ വല്ലാത്തൊരു ചമ്മലാണ്. ആരെങ്കിലും ഇതെല്ലാം കണ്ടുപിടിച്ചാലോ എന്ന് അവൾ കരുതുന്നുണ്ട്. അങ്ങനെയായ മോശ, നാണക്കേടല്ലേ? അയ്യേ, അങ്ങനെ എന്തൊക്കെയോ ചിന്തകളാണ് പെണ്ണിന്. അഗ്നിയൊന്ന് നോക്കി അവൾ കിച്ചന്റെ അടുത്തേക്ക് നടന്നു. പക്ഷെ അവളുടെ പെരുമാറ്റത്തിലെ വ്യത്യാസം കണ്ട് എല്ലാവരുടെയും മുഖം ചുളിഞ്ഞിട്ടുണ്ട്. കണ്ണാ, നീയും മോളും തമ്മിലുള്ള പിണക്കം തീർന്നില്ലേ? പിന്നെന്താ മോളുടെ മുഖമല്ലാതെ? മോഹൻ സംശയം ചോദിച്ചു. അപ്പോഴേക്കും മീനും പൊന്നും ജ്വാലയ്ക്കൊപ്പം പോയിരുന്നു. മോഹന്റെ ചോദ്യത്തിൽ അഗ്നി ഒന്ന് പതറി. അവനെ നോക്കിയിരിക്കുന്ന അപ്പു അത് കാണാതിരിക്കില്ലല്ലോ. സംതിങ് ഫിഷി, അവന്റെ മൈൻഡ് വോയിസ്. അതാ അങ്ങനെ ചോദിക്കച്ചാ. ഞാനും കുറെ നേരം കൊണ്ട് രണ്ടാളെ ശ്രദ്ധിക്കുന്നുണ്ട്. ജ്വാലയ്ക്ക് എന്തോ ഒരു വെപ്രാളം. ഏട്ടനും ഉണ്ടൊരു കള്ളലക്ഷണം. അപ്പു സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഇവൻ ഇന്ന് വാങ്ങിക്കൂട്ടും. മനു വ്യാസനോട് പതിയെ പറഞ്ഞു. അതുറപ്പല്ലേ? ഋഷിക്കും ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷെ മാനസിക ശ്രീജയ്ക്കും വല്ലാത്തൊരു ആകാംക്ഷയാണ് എന്താണ് കാര്യമെന്നറിയാൻ. അതുകൊണ്ട് തന്നെ അവളുമാർ അഗ്നിയെ തന്നെ നോക്കുന്നുണ്ട്. സുരേഷും മധുവും ചന്ദ്രനും മറ്റുള്ളവരും എല്ലാം ഒരു തമാശ കാണുന്നത് പോലെ അവരെയൊന്ന് നോക്കി ചിരിച്ച് പുറത്തേക്ക് നടന്നു. എനിക്കെന്ത് കള്ളലക്ഷണം? നിനക്ക് വട്ട. ഒന്ന് പോയിടർക്ക നീ. അഗ്നി അവിടെ നിന്ന് പോവാൻ ശ്രമിച്ചു. അതെ, അങ്ങനെ അങ്ങോട്ട് പോയാലോ? ഞാനൊന്നും കണ്ടില്ലാന്ന് കരുതണ്ട. ഇന്നലെ ക്ഷേത്രത്തിലേക്ക് വന്നില്ല, സമ്മതിച്ചു. പക്ഷെ രണ്ടും കൂടി ഇവിടെ എന്തായിരുന്നു പരിപാടി? അവളുടെ മുഖത്തൊരു പരവേശം ഏട്ടനെ നോക്കുമ്പോ. ഏട്ടനും അങ്ങനെയൊക്കെ തന്നെ. എന്താണ് മോൻ അഗ്നി? അപ്പു കളിയോടെ പറഞ്ഞുകൊണ്ട് അഗ്നിയുടെ തോളിൽ അവന്റെ തോളുകൊണ്ടൊന്ന് തട്ടി. അവന്റെ പറച്ചിൽ കേട്ട് മുഖത്ത് ദേഷ്യം വരുത്താനാണ് അഗ്നി കരുതിയതെങ്കിലും അവന്റെ മുഖം ചെറുതായൊന്ന് ചുവക്കുകയാണ് ചെയ്തത്. അത് കണ്ടതും അപ്പുവിന് ഡബിൾ ലോട്ടറി അടിച്ച ഫീൽ. അപ്പൊ അത് തന്നെ, സംതിങ് ഫിഷി. ഇനി ഫസ്റ്റ് നൈറ്റ് എങ്ങാനും? അവൻ ആലോചിച്ചു. ചേച്ചേ, അതൊന്നും ആവില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഏട്ടനെ കളിയാക്ക. ചോദിക്കാരോ? അപ്പുവിന്റെ മനസ്സ് ആ വിശ്വാസത്തിലാണ്. ഡാ അപ്പു, കൂടുന്നുണ്ട് കേട്ടോ നിനക്ക്. എന്തൊക്കെയാ ചോദിക്കുന്ന നീ? അവൻ നിന്റെ ഏട്ടനാ. ചിത്തു ഗൗരവത്തോടെ പറഞ്ഞു. അയിന് നിങ്ങളൊന്നും മിണ്ടാതിരെന്നെ രാജമാത. എൻ്റെ ഏട്ടനോട് എനിക്ക് എന്തും ചോദിക്കാം. അതുകൊണ്ട് ടെൽ മീ ഏട്ടാ, പറയൂ, ധൈര്യമായിട്ട് പറയൂ. എന്തായിരുന്നു ഇന്നലെ? അപ്പു പുരികൻ രണ്ടും ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തു. അപ്പോഴേക്ക് ഋഷിക്ക് ഒരു കോള് വന്ന് അവൻ ആ കോളെടുത്ത് പുറത്തേക്ക് പോയിരുന്നു. ഋതു സച്ചു അടികൂടുന്നത് കണ്ട് അവരെ നോക്കുന്ന തിരക്കിൽ മനുവും പെട്ടുപോയി. അഗ്നി അപ്പുവിന് നേരെ തിരിഞ്ഞു നിന്ന് അവനെ തുറച്ചു നോക്കി. വേണ്ട, അത് വേണ്ട, അത് വേണ്ട. എനിക്കറിയണം. പറയേട്ടാ, പറ പറ. എന്താണ് എൻ്റെ ഏട്ടത്തിക്കൊരു നാണം? എന്തായിരുന്നു ഇന്നലെ? ഉത്തരം പറയുന്നേ. അവനെ കളിയാക്കി അപ്പു പറഞ്ഞു. നിനക്ക് അറിഞ്ഞേ തീരൂ. അഗ്നിയുടെ ശബ്ദം കടുത്തു. ഓഫ് കോഴ്സ്, നിങ്ങളുടെ സ്ഥിരം ഉമ്മഭ്രാന്തല്ലേ, എനിക്കെല്ലാം മനസ്സിലായി. അപ്പു വാപ്പൊത്തി ചിരിച്ചു. അല്ല, ഉമ്മ മാത്രല്ല, ഞങ്ങളെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കായിരുന്നു ഇന്നലെ. എന്തേ? അഗ്നി അപ്പുവിനോട് ഗൗരവത്തോടെ പറഞ്ഞു. കേട്ടിരുന്ന എല്ലാത്തിൻ്റെയും കണ്ണു മിഴിഞ്ഞു. അപ്പു ആണെങ്കിൽ ആകെ കണ്ണും തള്ളി വാപൊളിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ അവനൊന്ന് ചിരിച്ചു. ഓ പിന്നെ ഫസ്റ്റ് നൈറ്റ് പോയേട്ടാ. അപ്പു ചിരിച്ചു. അത് ശരി, ഇത്രയും നേരം പറ പറയാന്നായിരുന്നു. സത്യം പറഞ്ഞപ്പോ അങ്ങനെ അല്ലാന്നോ? അതെന്താ, എനിക്ക് ഫസ്റ്റ് നൈറ്റ് വേണ്ടേ? അഗ്നി ചോദിച്ചതും അപ്പുവിന്റെ ചിരി നിന്നു. മുഖത്ത് ആകെ ഒരു വല്ലായ്മ. സ്വന്തം ഏട്ടനോട് ചോദിച്ചത് ഇതായിരുന്നോ? ഈ അവൻ ഇളിച്ചു. വെറുതെ. അപ്പു പറഞ്ഞു. അല്ല, കാര്യം, ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നതിന് നിനക്കെന്താ?
അല്ല പിന്നെ കുറെ നേരമായി അവൻ്റെ ഒരു ചോദ്യം ചെയ്യല്. പന്നി. വെറുതെ മനുഷ്യന്റെ മൂഡ് കളയാൻ. എനിക്കും വരൂടെ തെണ്ടിയ അവസരം. അവന്റെ കൊണാക്കിലോരോ ചോദ്യം. പല്ല് കടിച്ച് അവനോട് അത്രയും പറഞ്ഞ് അവന്റെ നെഞ്ചിൽ പിടിച്ചൊന്ന് തള്ളി അഗ്നി ജ്വാലയ്ക്കടുത്തേക്ക് പോയി. അപ്പുവാണെങ്കിൽ ആകെ വിളറിക്കൊണ്ട് സോഫയിലേക്ക് ഇരുന്ന് പോയി. വ്യാസത കണ്ട് വാപ്പുത്തി ചിരിച്ചു. വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? അവൻ ചോദിച്ചു. എന്നാലും ഏട്ടൻ ഏട്ടത്തി അവര് അപ്പു വിക്കി. അതെന്താ അവർക്ക്? അവള് അവന്റെ ഭാര്യയല്ലേ? ജ്വാലയെ അവൻ ഇന്നലെ നോക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് ഇങ്ങനെ എന്തോ ഡൗട്ട് അടിച്ചതാ. നാണുണ്ടോടാ നിനക്ക് സ്വന്തം ഏട്ടനോട്? അയ്യയ്യേ, മ്ലേച്ഛം മ്ലേച്ഛം. വ്യാസ അപ്പുനെ കളിയാക്കി. അതിന് ഞാൻ അറിഞ്ഞോ? അല്ല വ്യാസേട്ടാ, ചിലപ്പോ ഏട്ടൻ വെറുതെ ഇടയ്ക്കിങ്ങനെ എന്നെ കളിയാക്കാറുള്ളതാ, അങ്ങനെയാവും. അപ്പോഴും വെറുതെ പറഞ്ഞു നോക്കി അപ്പു. ഉവ്വ്, നീ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. അവൻ പറഞ്ഞ നേര് തന്നെയാ. അത് ജ്വാലയുടെ മുഖത്തെ നാണം കണ്ടാൽ തന്നെ അറിയാലോ. എണീറ്റ് പോടാ തെണ്ടി. ഇതുപോലുള്ള ചോദ്യമൊക്കെയായിട്ട് എൻ്റെ കല്യാണം കഴിയുമ്പോൾ വരണം നീ. എടുത്തു വല്ല കായലിലും മുക്കും ഞാൻ. അതും ഇത്രയും പേരുടെ മുന്നിൽ വെച്ച്. ആ പോയവന് ഇതൊന്നും പറയാനൊരു എളുപ്പമില്ല. നിനക്ക് അത് ഒട്ടുമില്ല. അപ്പുവിൻ്റെ തലക്കിട്ടൊരു മേട്ടം കൊടുത്തുകൊണ്ട് വ്യാസ് അവിടെ നിന്ന് പുറത്തേക്ക് പോയി. ശ്രീജയും മാനസിയും പരസ്പരം ഒന്ന് നോക്കി. പെണ്ണുങ്ങളിൽ കാണാറുള്ള സ്ഥിരം ത്വര തന്നെ. അവര് പതിയെ കിച്ചണിലേക്ക് വലിഞ്ഞു. ജ്വാലയൊന്ന് കാണാനായി. ചിത്തുപക്ഷെ ഒന്നും അറിയാത്തതുപോലെ ഇരുന്നതേയുള്ളൂ. അഗ്നി പറഞ്ഞത് സത്യമാണോന്ന് ഉറപ്പില്ലെങ്കിലും അങ്ങനെ ആവണേയെന്ന് അവരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. ഇന്നലെ കൂടി മോഹനേട്ടൻ പറഞ്ഞതാ, നമ്മുടെ മോൻ ഇപ്പോഴും ജ്വാലമുള കുഞ്ഞാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുവാണല്ലോടോ. അവർക്കൊരു ജീവിതമൊന്നും വേണ്ടേ ആവോന്ന്. ചിരിയോടത് ഓർത്തുകൊണ്ട് അവർ മോഹനെ നോക്കിയപ്പോൾ അയാൾ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. പക്ഷെ ചുണ്ടിൽ ഒരു ചിരിയുണ്ട്. മായയും രേവതിയും അനജയും മറ്റുള്ള സംസാരത്തിലേക്ക് കടന്നു. അച്ചമ്മയും അമ്മമ്മയും പക്ഷേ ഒരു കള്ളച്ചിരിയോടെ ഇരിക്കുന്നുണ്ട്. തുടരും.